ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസുകളൊക്കെ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നവമാധ്യമമാണ് വാട്സാപ്പ്. ഈ ഒരു വാട്സാപ്പ് ഇപ്പം നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയാറ്. പിന്നെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് വാട്സാപ്പ് വെബ് എന്ന് പറയുന്ന വാട്സാപ്പ് തരുന്ന ഒരു സൗകര്യം ഉപയോഗിച്ചിട്ട് PC-യിലോ അല്ലെങ്കിൽ മറ്റു മൊബൈൽ ഫോണിലോ നമുക്ക് ആ വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾ അതേപടി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിലിലോട്ടും എത്തിച്ചു തരാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മറ്റാരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുന്നതും നിങ്ങൾക്ക് വരുന്നതുമായ എല്ലാ മെസ്സേജുകളും അവരുടെ മെയിലിലും എത്തും. രണ്ട് രീതിയിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾക്ക് അയച്ചൊരു മെസ്സേജ് അവർ റീകോൾ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കോപ്പി എന്തായിരുന്നു അവർ അയച്ചിരുന്ന മെസ്സേജ് എന്നുള്ളത് നമുക്ക് നമ്മുടെ മെയിലിൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും അതിൻ്റെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെയിൽ ID-യിലോട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കൊണ്ടേയിരിക്കും. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ www.keerus.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള മലയാള വിവരണവും എങ്ങനെ ഉപയോഗിക്കാനുള്ള മലയാള വിവരണവും അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് അവിടെയും അവൈലബിൾ ആണ്. അവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലൊരു 3 ഓപ്ഷനാണ് ആദ്യമായിട്ട് കാണാൻ കഴിയുക. ഇവിടെ എനാബിൾ നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയ ഓപ്ഷൻ എനാബിൾഡ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്കൈ ബ്ലൂയിലോട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിവിടെ മെയിൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഒട്ടനവധി ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ടാവും. ഇവിടെ അലോ സെൻഡിങ് ഇമെയിൽസ് ഓൺ യുവർ ബിഹാഫ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൈൻ ഇൻ ഓപ്ഷൻ വരും. നിങ്ങളുടെ ഒരു ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ സൈൻ ചെയ്യണം. വരുന്ന കൺഫർമേഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കാം. അടുത്തതായി സെൻഡ് നോട്ടിഫിക്കേഷൻ ടു എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഏത് മെയിൽ ID-യിലോട്ടാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾ ഒരു കോപ്പി എത്തിച്ചേരേണ്ടത് ആ മെയിൽ ID കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഓക്കെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ കീവേഡ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വേർഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കീരൂസ് യൂട്യൂബ് എന്ന് സെറ്റ് ചെയ്യുകയാണ്. ഫിൽട്ടർ കീവേഡ് കൊടുത്തു. ഇനി ഇമേജ്, ടെക്സ്റ്റ് എന്തൊക്കെ കണ്ടൻറ് ടൈപ്പാണ് നിങ്ങൾക്ക് ആവശ്യം അതങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് എനാബിൾ ചെയ്യാം. ഞാനിവിടെ ഇമേജും ടെക്സ്റ്റും എനാബിൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പിറകിലോട്ട് വരാം. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻസ് നിന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണോ നോട്ടിഫിക്കേഷൻ വേണ്ടത് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം വാട്സാപ്പ് സെലക്ട് ചെയ്തു, പിറകിലോട്ട് വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിലുള്ള വാട്സാപ്പിലോട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നമ്മളോട് മെസ്സേജ് അയച്ചു. ഇവിടെ മെസ്സേജ് ഒന്ന് കൂടുതൽ കാണാൻ കഴിയും. ഹായ് കീരൂസ് എന്നാണ്. ഞാനത് റീകോൾ ചെയ്യുകയാണ്. നമ്മൾ ആ മെസ്സേജ് ഇവിടെ റീകോൾ ചെയ്ത് കൂടുതൽ കാണാൻ കഴിയും. നമുക്കത് റീഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. ഇനി നമ്മളുടെ മെയിൽ ID ഓപ്പൺ ചെയ്യാം. മെയിൽ ID ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ കാണാൻ കഴിയും എന്തായിരുന്നു ആ മെസ്സേജ് എന്നുള്ള കാര്യം. കൂട്ടുകാർക്ക് ഇതുവരെ കാണാൻ കഴിയും എന്തായിരുന്നു നമ്മൾക്ക് വന്നിരുന്ന ആ ഒരു മെസ്സേജ് എന്നുള്ള കാര്യം. കണ്ടോ ഇവിടെ ഹായ് കീരൂസ് എന്നുള്ളത്. ഇനി വല്ല ഇമേജ് മറ്റു കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് കീരൂസ്.